നമ്മുടെ മുത്തശ്ശിയും മുത്തശ്ശനും നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, മക്കളെ നഖം വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ താഴെ ഇടല്ലേ, കൊണ്ടുവന്ന് കുഴിച്ചിടണേ, തലമുടി മുറിച്ചാലോ കൊഴിഞ്ഞാലോ അത് കൊണ്ടുവന്ന് ഭദ്രമായി കുഴിച്ചിടണം എന്നൊക്കെ. എന്നിട്ട് ഒരു കാര്യം കൂടെ പറയും, തലമുടി കാറ്റത്ത് പറത്തി കളഞ്ഞാലും നഖം മുറിച്ച് എവിടെയെങ്കിലും അശ്രദ്ധപരമായി ഇട്ടിരിക്കുകയോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദോഷം കിട്ടുമെന്ന്. നമ്മളത് ആ പ്രായത്തിൽ വിശ്വസിച്ച് ഇപ്പം നമ്മളതെല്ലാം വളരെ നിസ്സാരമായി തള്ളിക്കളയും, അല്ലെങ്കിൽ നമ്മളത് വിശ്വസിക്കത്തില്ല. ഇങ്ങനെയൊക്കെ മുത്തശ്ശിയും മുത്തശ്ശന്മാരും പറയാൻ ഒരു വ്യക്തമായ കാരണമുണ്ട്. നമ്മളുടെ തലമുടിയും നഖവും ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് നമ്മളെ നിസ്സാരമായി നശിപ്പിക്കാൻ സാധിക്കും. അതായത് നമ്മളുടെ തലമുടിയും നഖവും ഉപയോഗിച്ച് ബ്ലാക്ക് മാജിക് ചെയ്യാൻ സാധിക്കുമെന്ന്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സങ്കല്പിച്ച് അവരൊരു രൂപമുണ്ടാക്കും. എന്നിട്ട് നമ്മളിൽ നിന്ന് ശേഖരിച്ച നമ്മളുടെ തലമുടിയും നഖവും ആ രൂപത്തിൽ വെക്കും. നമ്മളെ ആ വ്യക്തിക്ക് എങ്ങനെയൊക്കെയാണോ നശിപ്പിക്കാൻ ആഗ്രഹമുള്ളത് അങ്ങനെയൊക്കെ ദുർമന്ത്രവാദം ചെയ്ത് നമ്മളുടെ നാശം സൃഷ്ടിക്കും. തലമുടിയും നഖവും ഇല്ലാതെയും ചെയ്യാൻ സാധിക്കും. പക്ഷേ തലമുടിയും നഖവും ഉണ്ടെങ്കിൽ ആ ആഭിചാരക്രിയ ആ വ്യക്തിക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തലമുടിയും നഖവും ശ്രദ്ധപൂർവമായി എവിടെയെങ്കിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ ഈ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.